or favor. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നീതി നിഷേധിക്കപ്പെടുന്നിടത്തെല്ലാം ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കൊപ്പം എന്ന് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർ തങ്ങൾ അനുഭവിക്കുന്ന തങ്ങളുടെ തൊഴിൽ മേഖലയിലെ ദുരിതം ഞങ്ങളോട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷജീർ ഖാൻ പറയുന്നു, 10 വർഷമായി സേവനം ചെയ്ത അധ്യാപകർക്ക് ഇന്നും ശമ്പള നീതി കിട്ടിയിട്ടില്ല. 2016-2021 നിയമിതരായ എയ്ഡഡ് അധ്യാപകരുടെ നോഷണൽ കാലയളവിലെ ശമ്പളം ഉടൻ അനുവദിക്കണം. ബിഗ് TV ഇടപെടണം. ഇത് ഇന്ന് നമ്മൾ സുപ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ വന്ന സന്ദേശങ്ങളിൽ ഒന്നാണ്. ആ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മളിപ്പോൾ. ആയിരക്കണക്കിന് അധ്യാപകർ വർഷങ്ങളായി അനുഭവിക്കുന്ന വലിയ അനീതി തുറന്നുകാട്ടുകയാണ് ബിഗ് TV. 2016 മുതൽ 2021 വരെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നേടിയ അധ്യാപകരുടെ ദുരവസ്ഥ അതെന്തുകൊണ്ട് സംവിധാനങ്ങൾ കാണുന്നില്ല, പരിഹരിക്കുന്നില്ല? സർക്കാർ അംഗീകാരം നൽകിയിട്ടും നോഷണൽ സർവീസ്, ശമ്പളം, അനുബന്ധ ആനുകൂല്യങ്ങൾ ഇതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. 5 വർഷമായി പലതവണ നിവേദനം നൽകി. എന്നിട്ടും എന്താണ് സർക്കാർ തിരിഞ്ഞു നോക്കാത്തത്? അധ്യാപകർക്ക് അഗ്നി പരീക്ഷയോ? അധ്യാപകർ തത്സമയം ബിഗ് TVക്കൊപ്പം ചേരുകയാണ് അവരുടെ ദുരിതം വിവരിക്കുന്നതിനായി. മലപ്പുറത്ത് നിന്ന് അബ്ദുൾ റഷീദ്, തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രലേഖ ടീച്ചർ, കണ്ണൂരിൽ നിന്ന് സുഗതകുമാരി ടീച്ചർ. നേരിട്ട് റിപ്പോർട്ടേഴ്സിലേക്കല്ല ഞങ്ങൾ പോകുന്നത്, അധ്യാപകരെ നേരിട്ട് കേൾക്കാൻ പോവുകയാണ്. അവരാണ് ഇത് അനുഭവിക്കുന്നത്. സുപ്രഭാതം അബ്ദുൾ റഷീദ്. സാറിന്റെ പോലെയുള്ള ഒരു ദുരിത ജീവിതം നയിക്കുന്ന 10 വർഷമായി ഈ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് TV ഈ വിഷയം ഏറ്റെടുക്കുന്നത്. നിങ്ങൾ അധികൃതരെ സമീപിച്ചപ്പോൾ, സർക്കാരിനെ സമീപിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്തായിരുന്നു ഈ ശമ്പള വിഷയത്തിൽ? ഞങ്ങളെ ഈ ഒരു പ്രശ്നം പല സമയത്തും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഈ 2016 മുതൽ 2021 5 വർഷത്തെ ശമ്പളം നൽകാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ പ്രതികരണം സാമ്പത്തിക ഒരു പ്രയാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ശമ്പളം തരാനുള്ളത് എന്നതാണ്. മാത്രമല്ല, വിചിത്രമായ വാദം എന്ന് വെച്ചാൽ 2021 ഞങ്ങൾക്ക് അംഗീകാരം നൽകിയ സമയത്ത് നോഷണൽ എന്ന വാക്ക് കൂട്ടിച്ചേർത്താണ് വലിയ പ്രയാസം ഞങ്ങൾ ഈ 4000-ഓളം വരുന്ന അധ്യാപകർക്ക് ഉണ്ടായത്. ഞങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് ആ സമയത്ത് സ്കൂളുകളിൽ വർക്ക് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് 5 വർഷത്തെ ശമ്പളം ഇപ്പോഴും കിട്ടാക്കനിയായി തുടരുകയാണ്. നമ്മൾ വിവിധ സമരങ്ങളും അതുപോലെ തന്നെ വിവിധ നിവേദനങ്ങളും സർക്കാരിന് മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും ഈ അവസരത്തിൽ വരെ ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ വളരെ ചുരുങ്ങിയ സമയത്ത് ഉള്ളത് ഈ സമയത്ത് പോലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് വളരെ ഖേദകരമാണ്. എത്ര കാലമായി സാർ ജോലി ചെയ്യുന്നു? സാർ, ഞാൻ 2018 മുതൽ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുകയാണ്. വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ ജോലി ചെയ്യാൻ നിയമിതരായത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, ഏതൊരു തൊഴിലിടത്തും ഒരു തൊഴിലാളി പണിയെടുത്താൽ ആ തൊഴിലാളിക്ക് ശമ്പളം എന്നുള്ളത് അല്ലെങ്കിൽ വേതനം എന്നുള്ളത് അടിസ്ഥാനപരമായ മൗലികാവകാശമാണ്. അതാണ് ഈ അധ്യാപകർക്ക് 4000-ഓളം വരുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലടക്കം പങ്കാളികളായ അധ്യാപകരെ ദുരിതത്തിലാക്കുന്ന തീരുമാനത്തിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ സർക്കാരിന്റെ അവസാന കാലത്തിലെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. വീണ്ടും ഞങ്ങളുടെ കുട്ടികൾക്ക് ചെലവഴിക്കേണ്ട സമയവും ക്രിയാത്മകതയും ഉപയോഗിക്കാൻ കഴിയാതെ തന്നെ ഞങ്ങൾ എന്താ പറയുക, തെരുവോരങ്ങളിൽ ഞങ്ങളുടെ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കേണ്ട ദുരവസ്ഥയിലാണ് ഞങ്ങളുള്ളത് എന്ന് പറയാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. നമുക്കിപ്പം നമ്മളിപ്പോൾ കേട്ടത് മലപ്പുറത്തെ അബ്ദുൾ റഷീദ് എന്ന അധ്യാപകന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിനൊപ്പം മറ്റ് അധ്യാപകരുണ്ട്. തിരുവനന്തപുരത്ത് ചന്ദ്രലേഖ ടീച്ചറും നമുക്കൊപ്പം തയ്യാറാണ്. സുപ്രഭാതം ചന്ദ്രലേഖ ടീച്ചർ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് പറയാൻ, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആരും ഇതുവരെ തയ്യാറായില്ല എന്നതുകൂടി അറിഞ്ഞുകൊണ്ടാണ് ബിഗ് TV ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുന്നതുവരെ. സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് പറയാനുള്ള ആവലാതി എന്താണ് ടീച്ചർ? നമസ്കാരം. ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതാണ്. പക്ഷെ അത് കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. നാളെയുടെ തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർ തന്നെയാണ് ഞങ്ങളും. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് ഞങ്ങളും നിയമിതരായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രയാസം എന്തുകൊണ്ട് അവർ കേൾക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാ ഫീൽഡിലുള്ള ജോലി ചെയ്യുന്നവർക്കും അവരുടെ ശമ്പളം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം പരിഗണിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയില്ല. 2016 മുതൽ 2021 വരെയുള്ള അധ്യാപകർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ജോലി ചെയ്യുന്നതിന് കൂലി ലഭിക്കുന്നില്ല? ഞങ്ങളുടെ വർക്ക്, ഞങ്ങളുടെ ജോലി ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. നാളെയുടെ തലമുറയെ വാർത്തെടുക്കാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചു. അതിന്റെ ഞങ്ങൾ ചെയ്തതിന്റെ ജോലിയുടെ കൂലി അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങൾക്ക് മറ്റൊന്നും ഗവൺമെന്റിൻ്റെതായ യാതൊരു പരിഗണനയും വേണ്ട. ഞങ്ങൾ ജോലി ചെയ്തതിന് ഞങ്ങൾക്ക് കൂലി തരണം. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. പല പ്രാവശ്യം ഞങ്ങൾ ഇതിനു വേണ്ടി പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി. ദയവേത് ഞങ്ങളുടെ നേർക്ക് കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ ശമ്പളം തടഞ്ഞു വെക്കുന്നതിന് എന്താണ് ടീച്ചർ പറയുന്ന കാരണം?
ശമ്പളം തടഞ്ഞു വെക്കുന്നതിന് പ്രത്യേകിച്ച് അവർക്ക് കാരണങ്ങൾ യാതൊന്നും തന്നെ ഇല്ല. ഞങ്ങൾ ചെയ്തത് സാങ്കല്പികമായ ജോലി എന്നാണ് അവർ പറയുന്നത്. എന്ത് സാങ്കല്പികമായ ജോലിയാണ് ഞങ്ങൾ ചെയ്തത്? കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചില്ലേ? അവർക്ക് ഞങ്ങൾ വേണ്ടുന്ന വ്യക്തിത്വ രൂപീകരണം നടത്തിയില്ലേ? പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അവർക്കൊപ്പം എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തില്ലേ? പിന്നെ എന്ത് സാങ്കല്പികമാണ് ആണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? അധ്യാപകരുടെ അവകാശം അതാണ്, അധ്യാപകരുടെ അവകാശം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ നോഷണൽ എന്ന് പറയുന്നത് കൊണ്ട് പല പ്രേക്ഷകർക്കും അതിനകത്ത് ഒരു സംശയം ഉണ്ടാകും, എന്താണ് ഈ നോഷണൽ എന്നുള്ളത്. അതുകൂടി ടീച്ചർ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നാവും. നോഷണൽ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്തത് സാങ്കല്പികമാണ് എന്നാണ് ആ ഭേദഗതിയിൽ പറയുന്നത്. 4/2021 വന്ന ഭേദഗതിയിൽ ഞങ്ങൾക്ക് നിയമന അംഗീകാരം തന്നു. പക്ഷേ ഞങ്ങൾ ചെയ്ത ജോലി സാങ്കല്പികമാണ്, അത് നിങ്ങൾക്ക് സർവീസിൽ ആഡ് ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവാണ് വന്നത്. ഞങ്ങൾ തന്നെ അത് അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും നാൾ ഞങ്ങൾ ചെയ്തതിന് ഞങ്ങൾക്ക് കൂലിയില്ല, പക്ഷേ ഞങ്ങളെ സർവീസിൽ പരിഗണിച്ചിട്ടുണ്ട്. എന്ത് പ്രതിഭാസമാണ് ഇത്? പുതിയ തരത്തിലുള്ള നിയമന അംഗീകാരമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷെ ഞങ്ങൾക്കൊപ്പം ജോലി ചെയ്ത ഏത് മേഖലയിലായാലും, ആരോഗ്യ മേഖലയിലായാലും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലായാലും ഏത് മേഖലയിലായാലും ജോലി ചെയ്യുന്നവർക്ക് കൂലിയുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്കും അത് ഞങ്ങളുടെ അവകാശമല്ലേ? അതാണ്, ജോലി ചെയ്തതിന് കൂലി വേണ്ടേ, അല്ലാതെ എല്ലാം സങ്കല്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയി തീരില്ലല്ലോ. വ്യക്തമാണ് ടീച്ചർ. നമുക്ക് കണ്ണൂരിലേക്ക് കൂടി പോകാം. സുഗതകുമാരി ടീച്ചറാണ് നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. നമസ്കാരം, സുപ്രഭാതം സുഗതകുമാരി ടീച്ചർ. ഇപ്പോൾ മറ്റു രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. നിങ്ങൾക്ക് സാങ്കല്പിക സേവനമാണെങ്കിൽ അത് സർവീസിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ലല്ലോ. സാങ്കല്പികമായിട്ടുള്ളൊരു സേവനമല്ലല്ലോ സർവീസ് കാലയളവായി കാലപരിധിയായിട്ടൊക്കെ കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പോൾ സർവീസ് അവിടെ എടുത്തിട്ടുണ്ട്, പക്ഷേ സർവീസിന് പണമൊന്നുമില്ല, പണം ഒരു സങ്കല്പമായി നിർത്തണം. അതാണോ സർക്കാർ പറയുന്നത്? നമസ്കാരം സുജയ പാർവതി മാഡം. ഇത്തരത്തിലൊരു അവസരം നോഷണൽ അധ്യാപകർക്ക് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത് നോഷണൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇതേവരെ നമ്മുടെ ചരിത്രം, ഏത് ചരിത്രം, നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം ജോലി ചെയ്യുക, അത് അംഗീകരിക്കുക, അതേസമയം അവർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ആനുകൂല്യവും നൽകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനെ നോഷണൽ എന്ന് പറയുന്ന ഒരു പദം ഇട്ടിട്ട് അതിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ ഇതൊരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ജോലി ചെയ്തതിന് കൂലി നൽകുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയാണല്ലോ നിലവിലുള്ളത്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി നിരന്തരം സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള സമരങ്ങൾ ഞങ്ങൾ 2021 തൊട്ട് ഞങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ 6ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഞങ്ങളുടെ സമരം. പക്ഷേ വേണ്ടത്ര ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. ടീച്ചർ, ഇപ്പോൾ ടീച്ചറുടെ കൂടെയുള്ള അധ്യാപകർ എല്ലാവരും ഈ ഒരു 5 വർഷമായി ശമ്പളം കിട്ടാതെ തുടരുന്ന ആളുകളാണോ? മാഡം, 2016, 21 കാലയളവിന്റെ ഇടയിൽ ചിലപ്പോൾ 18 ജോയിൻ ചെയ്തവരുണ്ടാവാം, 19 ജോയിൻ ചെയ്തവരുണ്ടാവാം. ഏകദേശം 4000-ഓളം അധ്യാപകർ ഇതേ രീതിയിലുണ്ട്. ഓക്കെ, അത് വ്യക്തമാണ്. അബ്ദുൾ റഷീദ് സാറിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. സാർ, ഇപ്പോൾ മറ്റ് 2 അധ്യാപകരോടും നമ്മൾ സംസാരിച്ചു. തിരുവനന്തപുരത്ത് ചന്ദ്രലേഖ ടീച്ചറും കണ്ണൂരിൽ നിന്ന് സുഗതകുമാരി ടീച്ചർ നമ്മളോട് സംസാരിച്ചു. അതിൽ നിന്ന് ഈ ശമ്പളം തന്നു എന്നങ്ങ് വെക്കുക, അതാണോ സർക്കാർ ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്? അതാണ് ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരു തൊഴിലിടങ്ങളിലും ലോകത്ത് എവിടെയും കേട്ടുകളിവില്ലാത്തവരും പണിയെടുത്തു എന്ന് അംഗീകരിക്കുന്നുണ്ട്. കാരണം 2016-21 വരെയുള്ള കാലയളവ് ഒരു 5 വർഷ കാലയളവാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കൊറോണയുടെയും മറ്റുള്ള പല വ്യാധികളുടെയും കാലഘട്ടമാണ്. ആ സമയത്ത് ഞങ്ങൾ ഏറെ പ്രയാസപ്പെട്ട് സ്കൂളിലെത്തി കുട്ടികളുടെ പഠനം മുടക്കാതെ അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2021 4/2021 പറയുന്ന ഒരു ഉത്തരവിറക്കുകയും ആ ഉത്തരവ് ഞങ്ങൾക്ക് വന്ന വലിയ ആശ്വാസം നമുക്ക് കിട്ടാതെ. പക്ഷേ ആ ഒരു ഉത്തരവിൽ ഒരു വാക്ക് കൂട്ടിച്ചേർത്താണ് ഈ 4000-ഓളം അധ്യാപകരെയും അവരുടെ കുടുംബത്തെയും അതുപോലെ നമ്മളെ രക്ഷിതാക്കളെ വരെ വലിയ അത്ഭുതപ്പെടുത്തിയാണ് ഈ ഓർഡർ ഇറക്കിയത്. ആ ഓർഡറിൽ ഒരു വാക്കുകൾ ഉപയോഗപ്പെടുത്തി, നോഷണൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ കേട്ടുകളിവില്ലാത്ത വിധം അധ്യാപകരെ മാത്രമല്ല ഈ സമൂഹത്തെ ഉടനീളം ആക്ഷേപിച്ചുകൊണ്ടൊരു വാക്കായിരുന്നു നോഷണൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പണിയെടുത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ശമ്പളം ഒരു തൊഴിലാളി രാവിലെ ഒരു തൊഴിലെടുത്ത് വന്ന് വൈകുന്നേരം ആ തൊഴിലാളി തിരിച്ച് വേർപ്പറ്റി പോകുന്ന സമയത്ത് ആ തൊഴിലാളി പറയാം, നീ പണിയെടുത്ത് ഞങ്ങൾക്കറിയാം, പക്ഷെ ആ പണി എന്ന് പറയുന്നത് സാങ്കല്പികമായി കൂട്ടിക്കോളൂ, നാളെയും പണിക്ക് വന്നോളൂ എന്ന് പറയുന്ന വിചിത്രമായ വാദം, അപകടകരമായ വാദം, ഖേദകരമായ വാദമാണ് ഈ